രാമായണ കഥാസാരം 52-ാം ഭാഗം സീതാപഹരണം. രാമനെ കാണാൻ ലക്ഷ്മണൻ നടന്നതു കണ്ടപ്പോൾ രാവണൻ മുനിവേഷത്തിൽ ആഹതനായി. മുനിയെ കണ്ട സീത വിനയത്തോടെ പൂജിച്ച് ഫലമൂലാദികൾ നൽകി പറഞ്ഞു, ഈ ഫലമൂലാദികൾ ഭക്ഷിച്ച് വിശപ്പടക്കിക്കൊണ്ട് അല്പനേരം ഇരിക്കൂ. അതിനകം എൻ്റെ ഭർത്താവ് വന്ന് അങ്ങയുടെ ഇഷ്ടം ചെയ്യും. കുറച്ചു നേരം ഇരിക്കുക. മായാദേവിയുടെ മുക്തമായ വാക്കുകൾ കേട്ട ഭിക്ഷുരൂപി ചോദിച്ചു, ഹേ കമിനയാങ്കി സുന്ദരി, നീ ആരാണ്? നിന്റെ കമിതാവ് ആരാണ്? ദുഷ്ടക്കൂട്ടങ്ങൾ ധാരാളമായുള്ള ഈ കാട്ടിൽ ആരും സഹായത്തിനില്ലാതെ ഒരു നാരി മണി ഒറ്റയ്ക്ക് വാഴുന്നത് എന്താണ്? നിന്റെ പരമാർത്ഥം പറഞ്ഞാൽ ഞാൻ എൻ്റെ പരമാർത്ഥം പറയാം. സീത അതുകേട്ടു പറഞ്ഞു, ദശരഥ നൃപനായ അയോധ്യാധിപതിയുടെ ജ്യേഷ്ഠപുത്രനായ അത്ഭുത പരാക്രമനായ രാമൻ്റെ ധർമ്മപത്നിയാണ് ഞാൻ ജനകപുത്രിയാണ്. രാമദേവന്റെ അനുജൻ ലക്ഷ്മണൻ. ഞങ്ങൾ മൂവരും പിതാവിൻ്റെ ആജ്ഞപ്രകാരം തപസ്സിനായി കാട്ടിൽ വന്നു. 14 വർഷം തപസ് ചെയ്ത് കാട്ടിൽ വാഴണം. ഇതാണ് സത്യം. അങ്ങയെ ഞാൻ അറിയുന്നില്ല, ആരെന്നു പറയണം. മുനിവേഷധാരി പറഞ്ഞു, ഞാൻ പൗലസ്ത്യനായ രാക്ഷസ രാജാവായ രാവണനാണ്. എന്നെ അറിയാത്തവർ ഭൂമിയിൽ ആരുമില്ല. നിന്മൂലം കാമപരവശനായി വന്നിരിക്കുകയാണ് ഞാൻ. നീ എൻ്റെ കൂടെ ലങ്കയിലേക്ക് പോരണം. ലോകത്തേക്കാൾ മനോഹരമാണ് ലങ്കാരാജ്യം. ഹേ ലോകസുന്ദരി, ഞാൻ നിന്റെ ദാസനായി കഴിഞ്ഞോളാം. വരൂ സുന്ദരി, നമുക്ക് പോകാം. താപസവേഷം പൂണ്ട രാമനെ കൊണ്ടു എന്തു ഫലമാണ്? സുന്ദരിമാർക്ക് താപസനോട് കൂടിയ ജീവിതം എങ്ങനെ സുഖപ്രദമാകും? കാട്ടിൽ ഇങ്ങനെ ദുഃഖിച്ചു താമസിക്കേണ്ട നീ എന്നോടൊപ്പം ലങ്കയിൽ വന്ന് സകലവിധ ഭോഗ സുഖങ്ങളോടുകൂടി സുഖമായി വാഴുക. രാവണന്റെ വാക്കുകൾ കേട്ട് ദേവി ഭയത്തോടെ പറഞ്ഞു, എൻ്റെ ഭർത്താവ് രാമചന്ദ്രൻ മേദിനീപതിയാണ്. ദേവൻ ഇപ്പോൾ ഉടനെ വരും. ഹരിപത്നിയെ തൊടാൻ സാധിക്കുമോ? നികൃഷ്ടമായ ഇത്തരം വാക്കുകൾ പറയാതെ. ഇതുമൂലം രാമബാണമേറ്റ് മാറിടം പിളർന്ന് നീ ഭൂമിയിൽ വീഴാൻ കാരണമാകും നിശ്ചയം. സീതാവാക്യം കേട്ട രാവണൻ കോപിച്ച് തൻ്റെ സ്വന്തം രൂപം കാട്ടി നിന്നു. മഹാഗിരിക്ക് തുല്യം രൂപവും 10 തലയും 20 കൈകളുമുള്ള രാവണനെ കണ്ടു വനദേവതകൾ പോലും ഭയന്നുപോയി. രാവണൻ പെട്ടെന്ന് രാമപത്നിയെ തേരിൽ എടുത്തുകൊണ്ട് പെട്ടെന്ന് ലങ്കയിലേക്ക് പോയി.